അങ്ങനെ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. എങ്ങനെ അങ്ങനെ എന്തെങ്കിലും തരുമോ എന്നൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. എന്താ ഇത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരസ്യമാക്കാം? അപ്പൊ ഞാനെപ്പോഴും വിചാരിക്കാം എന്താ എന്നോട് ആരും ചോദിക്കാത്ത. ഞാനെപ്പോഴും വിചാരിക്കാം എന്താ എന്നോട് ആരും ചോദിക്കാത്ത. ചെറുപ്രായമല്ലേ, അതൊക്കെ കാണും. സത്യം ഞാൻ ഈയിടെ കൂടെ ആരോടും പറയാന്നു. അയ്യടാ, അപ്പൊ കുട്ടിത്തേവാങ്ങിന്റെ മനസ്സിലിരിപ്പ് ചെറുതൊന്നുമല്ല. എന്നോട് ആരും ചോദിക്കുന്നില്ല. അതെന്താ ഞാൻ വരുന്നോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എനിക്ക് ഭയങ്കര റീസെന്റ് ആയിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എന്താ സംഭവിച്ചത് ഞങ്ങളൊന്ന് കേക്കട്ടെ. അത് പിന്നെ പറഞ്ഞേ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ഒരു ദുബായിൽ എന്തോ ഒരു ഇനോഗ്രേഷൻ. അപ്പൊ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട്. അപ്പൊ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിക്കണമെന്നൊക്കെ. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഞാൻ ഇതിനകത്ത് ഞാൻ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നത്. അതിലൊരു ചതി ഇല്ലേ? അയാൾക്ക് എന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കും. അപ്പം ഞാൻ എനിക്കത് എന്താണെന്ന് അറിയണം. കൗതുക ലേശം കൂടുതലാണ്. ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയണം. എന്നിട്ട് ഞാൻ ചോദിച്ചു അവസാനം അയാൾ പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. ഇതായിരുന്നു നമ്മുടെ MD-ക്ക് അനാർക്കലി ഒന്ന് താല്പര്യമുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? വിരോധമില്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി എന്തെങ്കിലും കളിക്കാം. അപ്പൊ അവിടെ നിൽക്കുകയാണെങ്കിൽ പേയ്മെന്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. ആവശ്യത്തിന് പണം, പക്ഷേ പൂജിക്ക് സ്നേഹത്തിന് വേണ്ടി ഞാൻ അലിയുകയാണ്. അപ്പൊ ഞാൻ അയ്യേ എനിക്ക് നാണാവും. അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. നീ ഇങ്ങനത്തെ ആളാണല്ലേ? അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് അവരോട് ദേഷ്യപ്പെടുക. എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ അവസാനം ആരെങ്കിലും എന്നോട് ചോദിച്ചല്ലോ. അപ്പൊ ഞാൻ ഈയിടെ എത്ര നാൾ വിചാരിക്കുന്നു അത്ര അട്രാക്റ്റീവ് അല്ലേ, ഇനി അതുകൊണ്ടാണോ ചോദിക്കാത്തത്? ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. എനിക്കിപ്പോ 10 കാശ് തരാൻ ആർക്കും താല്പര്യം അല്ല. ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ, താല്പര്യമില്ല. ഇത്തരം വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ല. പിന്നെ പക്ഷെ എന്നോട് ഇത് താല്പര്യം ഉണ്ടാവാൻ ചാൻസ് ഉള്ള മറ്റ് സെലിബ്രിറ്റീസിനെ അറിയുന്നു. പോടോടും. വൃത്തികെട്ടവനെ, നിനക്ക് നാണല്ലടാ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? തൽപരകശിയല്ല. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊങ്ങി.